الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين وجعلنا به خير أمة أخرجت للناس. نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് മനുഷ്യർക്കിടയിൽ അവരുടെ സംസാരങ്ങളിലും അവരുടെ എഴുത്തുകളിലും നിരന്തരമായി കടന്നു വരാറുള്ള ഒന്നാണ് പഴഞ്ചൊല്ലുകളും ഉപമകളും. ഓരോ പഴഞ്ചൊല്ലുകൾക്കും ഉപമകൾക്കും അവ രൂപപ്പെടുന്ന പരിസരവുമായി സാഹചര്യവുമായി വലിയ ബന്ധമുണ്ടാവും. ഇംഗ്ലീഷ് ഭാഷയിലെ പഴഞ്ചൊല്ലുകളും ഉപമകളും പരിശോധിച്ചാൽ സമുദ്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവയിൽ അധികവും കാണാൻ കഴിയുക. നമ്മൾ മലയാളികളുടെ പഴഞ്ചൊല്ലുകൾ പൊതുവെ കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടുതലായി നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന മൃഗങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ആണ് രൂപപ്പെടാറുള്ളത്. അറബി ഭാഷയിലെ പഴഞ്ചൊല്ലുകളും ഉപമകളും മരുഭൂമിയിൽ കാണപ്പെടുന്ന സസ്യങ്ങളും ഒട്ടകങ്ങളും ആടുകൾ നായകൾ ഇവയെ ചുറ്റിപ്പറ്റിയാണ് അറബി ഉപമകളും പഴഞ്ചൊല്ലുകളും രൂപപ്പെടാറുള്ളത്. നമ്മുടെ സംസാരങ്ങളിൽ പൊതുവെ ഒരു പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ ഒരു ഉപമയോ നമ്മൾ ഉപമിക്കുമ്പോൾ ഉദ്ധരിക്കുമ്പോൾ അതിലുള്ളതെല്ലാം അതേപടി നമ്മളുമായി പലപ്പോഴും ബന്ധപ്പെട്ടതാവണമെന്നില്ല. ഉദാഹരണമായി ഒരു മൃഗത്തെക്കുറിച്ചാണ് ഉപമയെങ്കിൽ അതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ കാര്യത്തിൽ ഉദ്ധരിക്കുമ്പോൾ അയാളും ആ മൃഗവും തമ്മിൽ ജൈവികമായ സമാനതകളില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് പഴഞ്ചൊല്ലുകളും ഉപമകളും അതിൽ അടങ്ങിയ ആശയം എന്താണോ ആ ആശയമാണ് അത്തരത്തിലുള്ള ഉപമകളും പല്ലവികളുമൊക്കെ ഉദ്ധരിക്കാനുള്ള അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അറബി ഭാഷയിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉപമയാണ് നബഹുൽ കിലാബ്. മലയാളത്തിൽ നബഹുൽ കിലാബിന് അർത്ഥം പറഞ്ഞാൽ നായ്ക്കളുടെ ഓരിയിടൽ, അതല്ലെങ്കിൽ നായ്ക്കളുടെ കുര എന്നാണ് അതിന് പറയുക. ഈ പഴഞ്ചൊല്ല് പൊതുവെ ഉപയോഗിക്കാറുള്ളത് അതിൻ്റെ പിന്നിലുള്ള സന്ദേശം എന്ന് പറയുന്നത് പാഴായി പോകുന്ന വ്യർത്ഥമായി പോകുന്ന പരിശ്രമങ്ങളെ കുറിക്കുന്നതിന് വേണ്ടിയാണ്, നിഷ്ഫലമായിട്ടുള്ള ഉദ്യമങ്ങളെ കുറിക്കുന്നതിന് വേണ്ടിയാണ് നബഹുൽ കിലാബ്, നായയുടെ ഓരിയിടൽ എന്ന് പറയാറുള്ളത്. നബഹുൽ കിലാബിന്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. അറബി
ബതുക്കൾക്കിടയിൽ അവർ വളർത്തുന്ന മൃഗങ്ങൾക്ക് തൊഴുത്തോ മേൽപ്പുരയോ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും വെയിലും മഴയുമേറ്റ് അവർ പകൽ സമയങ്ങളും രാത്രി സമയങ്ങളും കഴിച്ചുകൂട്ടും. അതിൽ തന്നെ നായകളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് മഴ വർഷിച്ചു കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ അസ്വസ്ഥത ഉണ്ടാവുകയും അവയുടെ ഉറക്കത്തിന് ഹാനി സംഭവിക്കുകയും, അതുകൊണ്ട് തന്നെ നായകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഴയോടും മഴ പെയ്യിപ്പിക്കുന്ന കാർമേഘത്തോടും അങ്ങേയറ്റം വെറുപ്പുമാണ്. നായകളുടെ ചെറിയ ബുദ്ധി അനുസരിച്ച് കാർമേഘങ്ങളാണ് മഴയെ വർഷിക്കുന്നത് എന്ന് അത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കാർമേഘങ്ങളെ കാണുമ്പോൾ അത് കുരച്ച് ചാടും, ഓരിയിടും. അബ്ബാസി കാലഘട്ടത്തിലെ അറിയപ്പെട്ട ചരിത്രകാരനും സാഹിത്യകാരനുമായിട്ടുള്ള ഇമാം ജാഹിൽ, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നായകൾ ആകാശത്ത് കാർമേഘം ഉരുണ്ടുമൂടുന്നത് കണ്ടാൽ അതിന് നോക്കി നിരന്തരമായി ഓരിയിടുകയും ആ മേഘത്തിന്റെ നേരെ കുരച്ചു ചാടുകയും ചെയ്ത് ഇങ്ങനെ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നായയെക്കുറിച്ച് അൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിൽ ജാഹിദ് പരാമർശിക്കുന്നുണ്ട്. ആത്മസംഘർഷവും മനോവിഭ്രാന്തിയും അത് പ്രകടിപ്പിക്കും. മേഘങ്ങളെ നോക്കി നിരന്തരമായി അതിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. ആ നായ വിശ്വസിക്കുന്നത് തങ്ങളുടെ കുര കൊണ്ട്, തങ്ങളുടെ ഓരിയിടൽ കൊണ്ട് ആ മേഘങ്ങൾ പേടിച്ച് അത് നാട് കടക്കുമെന്നാണ്. അതല്ലെങ്കിൽ മഴ വർഷിക്കാതെ ആ മേഘങ്ങൾ വളരെ പെട്ടെന്ന് ഈ നായയുടെ ഓരിയിടൽ കാരണം അത് ഓടിപ്പോകും എന്നാണ് ആ നായ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും മേഘത്തെ നോക്കി ഇതിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കാർമേഘങ്ങൾ ഒരിക്കലും നായകളെ ഗൗനിക്കാറില്ല, പരിഗണിക്കാറില്ല. കാരണം കാർമേഘങ്ങൾ മഴ വർഷിക്കുന്നത് നായകളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയല്ല എന്നതുകൊണ്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല, ആ നായയുടെ വിഭ്രാന്തിയും ആത്മസംഘർഷവും കാർമേഘത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അറബി ഭാഷയിലെ വളരെ പ്രസിദ്ധമായ ലാ യദുറു സഹാബ നബഹുൽ കിലാബി, കാർമേഘങ്ങൾ ഒരിക്കലും നായകളുടെ ഓരിയിടൽ ബാധിക്കാറേയില്ല, അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാറേയില്ല എന്ന പഴഞ്ചൊല്ല് രൂപപ്പെട്ടു വന്നത്. ഈ ഒരു പഴമൊഴിയും അതിന്റെ പിന്നിലുള്ള പശ്ചാത്തലവും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉദ്ധരിക്കാനും പറയാനും ഒരു കാരണമുണ്ട്. നമ്മളൊക്കെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയോടുള്ള അല്ലെങ്കിൽ ആ ഭരണവർഗത്തോടുള്ള നമ്മുടെ ഹിതം എന്താണ്, ജനവികാരം എന്ന് രേഖപ്പെടുത്താനുള്ള ഒരു സന്ദർഭമായിരുന്നു യഥാർത്ഥത്തിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ്. പൊതുവെ ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഒക്കെ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാറുള്ളത്, ഭരണകക്ഷിയാണെങ്കിൽ അവർ ചെയ്ത വികസന നേട്ടങ്ങളെ കുറിച്ചും, പ്രതിപക്ഷമാണെങ്കിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ മുന്നേറ്റങ്ങളെ കുറിച്ചും, പ്രതിപക്ഷം ഭരണകൂടത്തിന്റെ അഴിമതികളെ കുറിച്ചും ഒക്കെയാണ് പൊതുവിൽ അവർ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ ആളുകളെ കാണുമ്പോൾ അവർ പ്രസ്താവിക്കാറുള്ളത്, അവർ ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്നത് പോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഭരണവർഗം വളരെ പ്രധാനപ്പെട്ട ഭരണ നേട്ടമായി കാണിച്ച കാര്യം എന്ന് പറയുന്നത്, അവർക്ക് തങ്ങളുടെ നാട്ടിൽ അവർ നടത്തിയ വികസനങ്ങളെ കുറിച്ചോ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ചോ ഒന്നുമല്ല അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ വളരെ പ്രബലമായ ഒരു മതവിഭാഗത്തെ കുറിച്ചും ആ മതവിഭാഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന അതിലെ വ്യത്യസ്ത സംഘടനകളെ കുറിച്ചും, ആ സംഘടനകൾ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാക്കിയ ധാരണകളെ കുറിച്ചും സഖ്യത്തെക്കുറിച്ചും ഒക്കെയായിരുന്നു ഭരണവർഗത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ അജണ്ട എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മുസ്ലിം സമുദായത്തിലെ വളരെ പ്രബലമായ മുസ്ലിം സംഘടനയെ, അതിന്റെ നേതൃത്വത്തെയും ആ സംഘടന നടത്തുന്ന സ്ഥാപനങ്ങളെയും
അതിന്റെ മാധ്യമത്തെയും ചാനലിനെയും ഒക്കെ വിമർശനങ്ങൾക്കും അപഹാസ്യതകൾക്കും വിധേയമാക്കിക്കൊണ്ടാണ് ഭരണകക്ഷി അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചൂടുപകർന്നത്. ഒരു മാധ്യമ സ്ഥാപനവും ആ മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്ററുമായിരുന്നു യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഭരണവർഗത്തിന്റെ ഏറ്റവും വലിയ എതിരാളി, അല്ലെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്ന ഒരു ശത്രു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനം നടത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ബോധ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഭരണവർഗം അതിന്റെ എല്ലാവിധ സംവിധാനങ്ങളെയും നേതൃത്വങ്ങളെയും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സകല സിൽബന്തികളെയും ഒരൊറ്റ ദൗത്യമായിട്ടാണ് അത് അവരെ ഏൽപ്പിച്ചത്. മുസ്ലിം സംഘടനയെ, അത് ദൗർഭാഗ്യവശാൽ മുസ്ലിം സമുദായത്തെ വളരെ നല്ല നിലയിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ നാട്ടക്കുറിയാക്കി അതിനെതിരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ നിരന്തരമായി മുസ്ലിം സമുദായത്തിന്റെ നേരെ മുസ്ലിം എന്ന പേരിനെയും ആ പശ്ചാത്തലത്തെയും സൗകര്യപൂർവ്വം വംശീയമായ വിദ്വേഷങ്ങളും വർഗീയമായ പ്രസ്താവനകളും പത്രമാധ്യമങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്നലെ നടത്തിയ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാണക്കാട് തങ്ങളുടെ വാഹനത്തിൽ ഒരു അമുസ്ലിമിന് സഞ്ചരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കൽ അസാധ്യമാണ് എന്ന് തുടങ്ങിയ പ്രസ്താവന വരെ അതിന്റെ പിന്നോട്ടെടുത്തു നോക്കിയാൽ പ്രസ്താവനകളുടെ ഒരു സംഘടനയെ പ്രതിയാക്കിക്കൊണ്ട് നാട്ടക്കുറയാക്കിക്കൊണ്ട് മുസ്ലിം വിദ്വേഷം ഈ അന്തരീക്ഷത്തെ മുഴുവൻ വാരി വിതറിക്കൊണ്ട് ചില പ്രത്യേക സംഘങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ, മുസ്ലിം സമുദായത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലെ ഏറ്റവും രസകരമായ കാര്യം, 2019 വരെ പ്രസ്തുത മുസ്ലിം സംഘടന ഭരണവർഗത്തിന് ആയിരുന്നു തങ്ങളുടെ എല്ലാവിധ രാഷ്ട്രീയ പിന്തുണയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് നൽകി വന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ 2019 മറ്റു ചില കാരണങ്ങളാൽ രാഷ്ട്രീയ നയം മാറുകയും ഭരണവർഗത്തിന് വലിയ പരാജയമായി അത് വന്നു ഭവിക്കുകയും ചെയ്തതു മുതൽ മുസ്ലിം സംഘടനയെ നിരന്തരമായി ആക്രമിക്കുക വഴി സംഘടനയെ മാത്രമല്ല ഇസ്ലാം മതവിശ്വാസത്തെ, ഇസ്ലാമോഫോബിയെ കൃത്യമായി തെളിച്ചു കൊണ്ടുവരാൻ അവർ നടത്തിയ ബോധപൂർവമായ ശ്രമങ്ങൾ നിരന്തരമായ വർഗീയ പ്രസ്താവനകളിലൂടെ നമ്മൾ കണ്ടു. ഇന്നും അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മിമ്പറിൽ അത് സൂചിപ്പിക്കുവാനുള്ള കാരണം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാവട്ടെ, സംഘടനയാവട്ടെ, സമുദായമാവട്ടെ, സമൂഹമാവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധിക്കുന്ന, ഒരു മനുഷ്യന് ബാധിക്കാവുന്നതിൽ ഏറ്റവും മാരകമായ രോഗം എന്ന് പറയുന്നത്, അത് വ്യക്തികളാവട്ടെ, പ്രസ്ഥാനങ്ങളാവട്ടെ, സംഘടനയാവട്ടെ, അസൂയയും അപരവിദ്വേഷവുമാണ്. അസൂയയും വിദ്വേഷവും എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ബാധിക്കാവുന്നതിൽ ഏറ്റവും അപകടം പിടിച്ച രോഗമാണ്, അതിന് ചികിത്സയില്ലാത്ത രോഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അസൂയക്കും വിദ്വേഷത്തിനും ചികിത്സയില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് അറബികൾ തന്നെ അവർ പറയാറുള്ളത് അൽ ഹഖൂദു ലാ യഖൂദ്. വിദ്വേഷക്കാരനായ ഒരു മനുഷ്യൻ, വെറുപ്പിന്റെ രാഷ്ട്രീയമുള്ള ഒരു മനുഷ്യർക്ക്, ഒരു കൂട്ടത്തിന്, അയാൾ അല്ലെങ്കിൽ ആ കൂട്ടത്തിന് ജനങ്ങളെ നയിക്കാനുള്ള യോഗ്യതയില്ല. അൽ ഹഖൂദു ലാ യഖൂദ്. വിദ്വേഷം, വെറുപ്പിന്റെ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവർക്ക് ജനങ്ങളെ നയിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾക്ക് ആ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയില്ല. ഏത് സന്ദർഭത്തിലാണ് തനിക്കെതിരെ ഇയാൾ തിരിയുക, അതല്ലെങ്കിൽ തനിക്കെതിരെ പ്രതികാരവുമായി എപ്പോഴാണ് ഇയാൾ മുന്നിട്ടിറങ്ങുക എന്ന പേടിയോടുകൂടി, അസൂയയോടുകൂടി മാത്രമേ ജനങ്ങൾ അയാളെ കാണൂ. അൽ ഹസൂദു ലാ യസൂദ്. അസൂയാലുവായ ഒരു മനുഷ്യന് ഒരിക്കലും സയ്യിദാവാൻ കഴിയില്ല, നേതാവാകാൻ കഴിയില്ല. ഒരു മനുഷ്യനെ നശിപ്പിക്കുവാൻ അയാളുടെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുവാൻ അസൂയക്കാളും വിദ്വേഷത്തെക്കാളും ഒരാളെ സ്വയം കാർന്നു തിന്നാൻ മാത്രം മറ്റൊരു രോഗവുമില്ല എന്നാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. വിദ്വേഷം മനുഷ്യനെ സമ്മർദ്ദത്തിലാക്കുന്നു, അവന്റെ ഞരമ്പുകളെ തളർത്തിക്കളയുന്നു. ഒരു വിദ്വേഷവും അസൂയുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥഭരിതമായ മനസ്സുകൊണ്ട് അയാൾ നീറിപ്പുകഞ്ഞ് സമൂഹത്തിൽ ജീവിക്കുന്നു. അയാളുടെ ഉറക്കം തന്നെ നഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് മറ്റുള്ളവന്റെ അടിച്ചെടുക്കുകയെന്നും മറ്റുള്ളവരോട് അവനെ പരാജയപ്പെടുത്തുകയെന്നും പ്രതികാരമെടുക്കുകയെന്ന ചിന്തയിൽ അവന്റെ ഉറക്കം തന്നെ നഷ്ടപ്പെടുന്നു. തനിക്ക് ചുറ്റുമുള്ളതെല്ലാം ഇരുൾമുറ്റിയതായി ആ മനുഷ്യൻ അനുഭവപ്പെടുന്നു.
ചുറ്റുമുള്ള മനുഷ്യരോട്, തനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പോലും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പോലും അറിയാത്തവനാക്കി വിദ്വേഷം ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുമെന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന അബ്ഗദൽ റിജാലി ഇലല്ലാഹി അൽ അലദ്ദുൽ ഖസീം. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുപ്പുള്ള വ്യക്തി എന്ന് പറയുന്നത് ഉള്ളിന്റെ ഉള്ളിൽ അസൂയയും പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവനാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടമില്ലാത്ത മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നതായി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുന്നുണ്ട്. അത്തരം മനുഷ്യരുടെ കയ്യിൽ, വിദ്വേഷത്തിന്റെ ആളുകളുടെ കയ്യിൽ സ്വാധീനവും അധികാരവും കൂടിയുണ്ട് എങ്കിൽ തങ്ങൾ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന ആളുകൾക്കെതിരെ കഴിയുന്നതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പക തീർക്കാൻ അവർ ചില നാട്ടക്കുറകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ സംഘത്തിനെതിരെ കൃത്യമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവർ പ്രസ്താവനകൾ ഇറക്കുകയും നിരന്തരമായി ആക്രമിക്കുകയും ചെയ്യും. വിശുദ്ധമായ ഖുർആൻ അത്തരം ചില ആളുകളെ കുറിച്ച്, വിദ്വേഷമുണ്ടാക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആന്റെ വാചകം വെറുപ്പുള്ള മനുഷ്യനോട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ്, വെറുപ്പുള്ള മനുഷ്യനുമായി, നിങ്ങളിൽ ശത്രുതയുമായി കഴിയുന്ന മനുഷ്യരോട് നിങ്ങൾ വർത്തമാനം പറഞ്ഞതിന് ശേഷം അയാളിൽ നിന്ന് പിന്തിരിയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് അയാളുടെ കൈവിരലുകൾ കടിച്ചു പോകും എന്ന് വിശുദ്ധമായ ഖുർആൻ അത്തരം വിദ്വേഷ ശക്തികളെ കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യനോടുള്ള വെറുപ്പ് മറ്റൊരു മനുഷ്യനെ എന്താക്കി തീർക്കുമെന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ വെറുപ്പ് അവന്റെ നാശത്തിന് തന്നെ കാരണമായി തീരുമെന്ന് തുടർന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. ഖുൽ മൂതു ബിഗൈദികും, നിങ്ങൾ നിങ്ങളുടെ വിദ്വേഷവുമായി മരിച്ചുകൊള്ളൂ. ഖുൽ മൂതു ബിഗൈദികും, നിങ്ങൾ നിങ്ങളുടെ വിദ്വേഷവുമായി നിങ്ങൾ മരിച്ചുകൊള്ളൂ. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് അവരുടെ ഈ വിദ്വേഷം അവരുടെ തന്നെ നാശത്തിനും മരണത്തിനും കാരണമാകും എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവസാനിപ്പിക്കുന്നത്. വിവേകിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വെറുപ്പിനെ മാറ്റിവെക്കും. കാരണം തന്റെ തന്നെ നാശത്തിന് കാരണമാവുന്ന ഒന്നിനെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ വിവേകിയായ മനുഷ്യൻ ചികിത്സിച്ചു മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. എന്നാൽ ചില ആളുകൾ ഈ വെറുപ്പും വിദ്വേഷവും തങ്ങളുടെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഈ വിദ്വേഷത്തെ ചികിത്സിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് പലപ്പോഴും കേരളീയ രാഷ്ട്രീയ പരിസരത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം നാം കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. സോഷ്യൽ മീഡിയ മുതൽ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം വരുന്ന സന്ദർഭത്തിലെല്ലാം നിരന്തരമായി തങ്ങളുടെ എതിർചേരിയിലുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരോട് പ്രതികാരം സ്വീകരിക്കുന്നത് ഈ വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പരിസരബോധം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ കലുഷിതമായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഒരു പ്രബലമായ മതവിഭാഗം നിരന്തരമായി വംശഹത്യക്കും നിരന്തരമായ വിദ്വേഷ പ്രചരണങ്ങൾക്കും വെറുപ്പുകൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും ബുൾഡോസർ രാജുകൾക്കും ഒരു മനുഷ്യനെയും ഒരു സമുദായത്തെയും ഏതെല്ലാം അർത്ഥത്തിൽ കീഴടക്കാനും ഉന്മൂലനം ചെയ്യാനും കഴിയുമോ അങ്ങനെയെല്ലാം നിരന്തരമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ അരക്ഷിതാവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം അതിന്റെ അതിജീവനത്തെ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നട്ടെല്ല് വളയാതെ എഴുന്നേറ്റ് നിൽക്കുന്ന മുസ്ലിം സമുദായം ഒരു വലിയ പ്രതിരോധത്തിന്റെ കോട്ട നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ പ്രതിരോധ സംവിധാനത്തിലുണ്ട്, അവരുടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ചാരിറ്റി സംവിധാനങ്ങളുണ്ട്, മാധ്യമങ്ങളും ചാനലുകളുമുണ്ട്, വളരെ വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ഒരു സമുദായം അതിന്റെ അതിജീവനത്തിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന മാർഗങ്ങളൊക്കെയും ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ആ പ്രതിരോധ ശ്രമങ്ങളെയെല്ലാം പിന്നിൽ നിന്ന് ചതിപ്രയോഗത്തിലൂടെ ഒരു സംഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്കെതിരെ തീവ്രവാദം ആരോപിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചുള്ള വിദ്വേഷം
അവർ സമൂഹ മധ്യത്തിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരന്തരമായി ഓരോ ദിനേന എന്നോണം നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെ നിൽക്കുന്നില്ല എന്നത് പോട്ടെ, പിന്നിൽ നിന്ന് നോവിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ചെയ്യുന്നത്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഇത്തരക്കാർ തങ്ങളുടെ നാശത്തിന് ആവേഗം കൂട്ടുന്ന പല പണികളും അത്തരം ആളുകളുടെ കയ്യിലുണ്ട് എന്നത് നമ്മളൊന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, അവരെ വംശഹത്യ നടത്താനും സ്വന്തം രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ സംഘം അതിന്റെ ആഭ്യന്തര ശത്രുക്കളാക്കി മുസ്ലിമീങ്ങൾക്ക് പുറമെ 2 സമുദായങ്ങളെ കൂടി പരാമർശിച്ചിട്ടുണ്ട്. അതിന്റെ ആ സാഹചര്യത്തിലേക്ക് ആവേഗം കൂട്ടുന്ന പ്രവർത്തനമാണ് മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കുന്നതിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇത്തരം പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത് തിരിച്ചറിഞ്ഞിട്ടും അത് ഗൗനിക്കാതെ നിരന്തരമായി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒറ്റുകൊടുത്തിരിക്കുന്ന ആളുകൾ, വിശുദ്ധമായ ഖുർആൻ അത്തരം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. പുറമെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുസ്ലിം സമുദായത്തെ നോവിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഇത്തരം ആളുകൾ, വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ, ഇത്തരം നീചരായ ആളുകളെ നിങ്ങൾ അകറ്റി നിർത്തണം. വലാ തുതിഉ, നിങ്ങൾ അനുസരിക്കരുത് കുല്ല ഹല്ലാഫിൻ മഹീൻ, അവർ നിരന്തരമായി സത്യം ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ പരിരക്ഷയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അവർ ആണയിട്ടുകൊണ്ട് പറയും. വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ, അവൻ അത്തരം ആളുകൾ നീചന്മാരാണ്, അവരെ നിങ്ങൾ അനുസരിക്കരുത്. അവർ അനാവശ്യമായി സത്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, അവർ ജനങ്ങൾക്കിടയിൽ ആവർത്തിച്ച് പരദൂഷണവും ഏഷണിയുമായി നടക്കുന്ന ആളുകളാണ്. സമുദായങ്ങളെയും വിഭാഗങ്ങളെയും, സ്നേഹ സൗഹാർദ്ദത്തിൽ ജീവിച്ചു കഴിയുന്ന മതവിഭാഗങ്ങളെ തമ്മിൽ അകറ്റി അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, ഏഷണിയുമായി നടക്കുന്ന ഇത്തരം ആളുകൾ. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്, ആളുകൾക്കിടയിൽ ഏഷണിയും പരദൂഷണവും കൊണ്ടു നടക്കുന്നു എന്നത് മാത്രമല്ല അവരുടെ പ്രത്യേകത. മന്നാഇൻ ലിൽ ഖൈരി, നന്മകളുടെ എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളെയൊക്കെ നിരന്തരമായി മുടക്കിക്കളയുന്ന ആളുകൾ, ആ സാധ്യതകളെയൊക്കെ അടച്ചു കളയുന്ന ആളുകൾ. മന്നാഇൻ ലിൽ ഖൈർ, നന്മകളെ അതിന്റെ പ്രതിബന്ധമായി നിൽക്കുന്ന ആളുകൾ. മുഅ്തദിൻ മുരീബ്, അക്രമം ചെയ്യുന്ന ആളുകൾ, അതിർ ലംഘിക്കുന്ന ആളുകൾ, ആളുകൾക്കിടയിൽ പരസ്പരം സംശയമുണ്ടാക്കുന്ന ആളുകൾ. മുരീബ്, സംശയമുണ്ടാക്കി സമൂഹങ്ങൾക്കിടയിൽ ആശങ്ക പടർത്തുന്ന ആളുകൾ. വലാ തുതിഉ, പ്രവാചകരെ താങ്കൾ അവരെ അനുസരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പശ്ചാത്തലത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ സമൂഹം ഇപ്പോൾ 2ആയി തരം തിരിഞ്ഞിട്ടുണ്ട്. 2ആയി തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ഇരകളും, എന്നാൽ ആ ഇരകളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ കുത്തിവീഴ്ത്താൻ വേണ്ടി തക്കം പാർത്തുകൊണ്ടിരിക്കുന്ന വേട്ടക്കാരുമാണ് യഥാർത്ഥത്തിൽ മറുവിഭാഗം എന്ന് പറയുന്നത്. ഇരകളുടെയും വേട്ടക്കാരുടെയും കാലഘട്ടമാണിത്. ചില വേട്ടക്കാർ പറയുന്നത് ഞങ്ങൾ ഇരകളുടെ കൂടെയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും രഹസ്യമായി ശത്രുക്കൾക്ക് അവരെ ഒറ്റുകൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിധി വൈപരീത്യം. വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞ പ്രയോഗം മഹീൻ, അവർ അങ്ങേയറ്റത്തെ നീചന്മാരാണ്, അവർ അങ്ങേയറ്റത്തെ നികൃഷ്ടരാണ് എന്ന് ഖുർആൻ അവരെ കുറിച്ച് പറയുന്നു. അത്തരം നീചന്മാരോട് വിശുദ്ധമായ ഖുർആൻ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം ചതിയന്മാരുടെ നീചന്മാരുടെ മുമ്പിൽ ആത്മാഭിമാന ബോധമുള്ള മുസ്ലിം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് ആ വിഷയത്തിൽ ഉണ്ടാവണം. നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളാക്കി നിരന്തരമായി അസൂയയോടും വിദ്വേഷത്തോടും കൂടി അപഹസിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമുദായമുണ്ടല്ലോ, ഈ സമുദായത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മുസ്ലിം ഉമ്മത്ത് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളിലും പ്രസ്താവനകളിലും വിദ്വേഷങ്ങളിലും ഒരിക്കലും നശിച്ചുപോയ ചരിത്രമല്ല മുസ്ലിം സമുദായത്തിനുള്ളത് എന്ന ആത്മാഭിമാന ബോധത്തിന്റെ ചരിത്രപാഠം നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിനൊരു ചരിത്രമുണ്ട്. എപ്പോഴൊക്കെ ശത്രുക്കൾ ഈ സംഘത്തിന് നേരെ കുരച്ചു ചാടുകയും
തങ്ങളുടെ കുന്തമുനകൾ മുസ്ലിം സമുദായത്തിന്റെ നേരെ പ്രസ്താവനകളായി അവർ കൂർപ്പിച്ചു വെക്കുകയും എപ്പോഴെല്ലാം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടോ അവയൊക്കെ ആട്ടിയകറ്റിക്കൊണ്ട് അതിന്റെ പ്രയാണം മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തെ ഒരിക്കൽ ചില ആളുകൾ കൈകാര്യം ചെയ്തു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം ആളുകൾക്കിടയിൽ പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. പണ്ഡിത ധർമ്മം നിർവഹിച്ച ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വസ്തുതകളെ വസ്തുതകളായി പറയണം എന്ന പണ്ഡിത ധർമ്മം യഥോവിധി നിർവഹിച്ച ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയെ അദ്ദേഹത്തോട് ചില ആളുകൾ അതിന്റെ പേരിൽ വെറുപ്പും വിദ്വേഷവും പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി കൈകാര്യം ചെയ്തു. ആക്ഷേപ ശരങ്ങൾ കേട്ടുകൊണ്ട് അപഹാസ്യതകൾ അനുഭവിച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സംയമനം പാലിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഖുൽ മാ ശിഅ്ത ബിമസബ്ബതി ഫസുകൂതി അനിൽ ലഈമി ഹുവൽ ജവാബു. നിങ്ങൾ എന്നെ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഖുൽ മാ ശിഅ്ത ഫീ മസബ്ബതി. നിങ്ങൾക്ക് എന്നെ എന്ത് ആക്ഷേപ ശരങ്ങളും നിങ്ങൾക്ക് എന്റെ മേൽ എഴുതി വിടാം, എങ്ങനെയും നിങ്ങൾക്ക് എന്നെ അപഹാസ്യനാക്കാം. ഫസുകൂതി അനിൽ ലഈമി ഹുവൽ ജവാബു. എന്നാൽ നിങ്ങളുടെ ഈ ആക്ഷേപങ്ങൾക്കൊക്കെയും എന്റെ മറുപടി എന്ന് പറയുന്നത് എന്റെ നിശബ്ദത തന്നെയാണ്. നിങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക എന്നതാണ് എന്റെ മറുപടി. ഇസ്ലാമിക സമൂഹത്തെ പരസ്യമായി സമൂഹത്തിൽ കൊണ്ടുവന്ന് പ്രതിയാക്കിയിട്ട് മുസ്ലിം സമൂഹത്തിനെതിരെ വിഷവിത്തുകൾ വമിച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ നേതാവ്, ആ നേതാവിനോട് നമുക്ക് പറയാനുള്ളത് ഫസുകൂതി അനിൽ ലഈമി ഹുവൽ ജവാബു. ആ നീചനോടുള്ള മറുപടി ഞങ്ങളുടെ നിശബ്ദത തന്നെയാണ്. ലസ്തു അദീമർ റദ്ദി ലകിൻ മാ മിൻ അസദി യുജീബു അലൽ കിലാബി. എന്തുകൊണ്ട് ഞാൻ മറുപടി നൽകുന്നില്ല എന്നതിനും ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെതായ ന്യായമുണ്ട്. അദ്ദേഹം ഒരു ഉപമ കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് അതിന്റെ മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരിക്കലും മറുപടി നൽകുന്നില്ല, ഞാൻ നിങ്ങൾക്കൊരിക്കലും മറുപടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സിംഹം നായകൾക്ക് മറുപടി പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിംഹം എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു നായകൾക്ക് തെരുവിൽ കിടന്ന് കുരയ്ക്കുന്ന നായകൾക്ക് മറുപടി പറയുന്ന ഒരു സിംഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് അദ്ദേഹം മറുപടി നൽകുന്നത്. സിംഹം കാട്ടിലെ രാജാവാണ്, അതിന് വലിയ വലിയ കാര്യങ്ങളുണ്ട്. ആ സിംഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രജകളിൽ ഒരാൾ മാത്രമാണ് നായ എന്നതുകൊണ്ട് നേരെ മറിച്ച് ആ സിംഹം ഓരിയിട്ടാലോ അത് ചാടിക്കുറച്ചാലോ അതിന് മറുപടി പറയേണ്ട ബാധ്യത കാട്ടിലെ രാജാവായ സിംഹത്തിന് ഇല്ല എന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ആക്ഷേപങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു അസ്ത്രമെയ്ത് അവരുടെ നേർക്ക് വിടുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് വളരെ പ്രസിദ്ധമായ ഉപമ അൽ ഖാഫിലത്തു തസീർ വൽ ഖിലാബ് തഅവി. നായകൾ അതിങ്ങനെ ഓരിയിട്ടുകൊണ്ടേയിരിക്കും, എന്നാൽ വൽ ഖാഫിലത്തു തസീർ ദൗത്യ സംഘം മുസ്ലിം ഉമ്മത്ത് എന്ന ഖാഫില അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്ന ഉപമ ഈ പശ്ചാത്തലത്തിലാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗം എന്ന നിലയിൽ, മുസ്ലിം ഉമ്മത്തിലെ ഒരു ഫർദ് എന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സമുദായം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാവലുള്ള ഉമ്മത്താണ് എന്ന ബോധ്യത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ജീവിതവും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം അത് ആത്മാഭിമാനത്തോടുകൂടി നിർവഹിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന സംഘമാണ് ഞങ്ങൾ മുസ്ലിം ഉമ്മത്ത് എന്ന ബോധ്യമാണ്, അള്ളാഹുവിന്റെ കാവലുള്ള സംഘമാണ് എന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സകങ്ങൾ ഉണ്ടാവേണ്ടുന്നത്. വിശുദ്ധമായ ഖുർആൻ ഒരു വചനം പറഞ്ഞു വെക്കുന്നുണ്ട്, ആവർത്തിച്ച് സൂറത്ത് തൗബയിലും സൂറത്ത് സഫിലും ആ ആയത്ത് ആവർത്തിച്ചു വരുന്നുണ്ട്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. ഈ സമുദായത്തെ പ്രസ്താവനകൾ കൊണ്ട്, വായകൾ കൊണ്ട് അതിന്റെ പ്രകാശം ഊതിക്കെടുത്താമെന്ന് അവർ വിചാരിക്കുന്നു, അവർ ധരിച്ചു വെച്ചിട്ടുണ്ട്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു അവന്റെ ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഈ നിഷേധിക്കൂട്ടങ്ങൾക്ക് അതെത്ര അസഹ്യമാണെങ്കിലും ശരി, അത്രമാത്രം അസൂയയും വെറുപ്പും അവർ ഉണ്ടാക്കിയാലും അള്ളാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുമെന്നത് ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനത്തോടുകൂടി പാരായണം ചെയ്യാൻ അവർക്ക് ഏറ്റെടുക്കാനുള്ള ആയത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ്.
മുസ്ലിം സമുദായത്തിനെതിരെ പ്രസ്താവനകളുടെ തീപ്പന്തങ്ങൾ ഇങ്ങോട്ട് അയച്ചുവിടുന്ന സന്ദർഭത്തിൽ ആ ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് കൂടി അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കൂ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമുണ്ട്. അള്ളാഹുവിന്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഏത് വിഭാഗത്തെയാണോ ഈ ശത്രുക്കൾ ആക്രമിക്കുന്നത് ആ ശത്രുക്കളെ കൊണ്ട് തന്നെ ആ വിഭാഗത്തിന്റെ പ്രശസ്തിയും ലോകം മുഴുവൻ വ്യാപിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ജിഹാദ് എന്ന പദം എങ്ങനെയാണ് ചർച്ചയായത്? മുസ്ലിം ഉമ്മത്തിന്റെ ഏതോ പുസ്തകങ്ങളിൽ അടഞ്ഞിരുന്ന ജിഹാദ് എന്ന പദത്തെ അതിന്റെ അർത്ഥവ്യാപ്തിയിൽ വിശദീകരിക്കാൻ മാത്രം അമുസ്ലിം സഹോദരങ്ങളുടെ നേതാക്കന്മാർക്ക് പോലും ജിഹാദ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ മാത്രം വളരെ വിപുലമായ നിലയിൽ ആ ഒരു സാധനത്തെ സമൂഹത്തിലേക്ക് അത്രമാത്രം കുടഞ്ഞിടാൻ, അത് ശത്രുക്കളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കാൻ മാത്രം വലിയ പണിയെടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ ഇസ്ലാമിന്റെ PR നിർവഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്ത് ഈ കലുഷിതമായ സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ഖ്യാതിയും ഇസ്ലാമിന്റെ പ്രശസ്തിയും ഇസ്ലാമിന്റെ ശത്രുക്കളിലൂടെ തന്നെ പ്രചരിച്ചും കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മക്കയിൽ പ്രബോധനം നടത്തിയ കാലത്ത് രഹസ്യമായും പരസ്യമായും വളരെ കുറച്ചാളുകൾ മാത്രമാണ് അന്ന് കാണാനുണ്ടായിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പ്രാഥമികമായി വിശ്വസിച്ച വളരെ തുച്ഛമായ വിശ്വാസികൾ. പക്ഷെ ഇസ്ലാമിനെ കുറിച്ചും മുഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ചും അവർ അറിഞ്ഞത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നിരന്തരമായ ഖുറൈശി പ്രമാണികളുടെ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമീങ്ങളെ കുറിച്ചുമുള്ള ഹെയ്റ്റ് കമന്റുകൾ കേട്ടുകൊണ്ടായിരുന്നു അറേബ്യയിൽ ഇസ്ലാം പ്രചരിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇതിനെക്കുറിച്ച് കവി വിശദീകരിക്കുന്നത്, വഇദാ അറാദല്ലാഹു നശ്റ ഫളീലത്തിൻ, അല്ലാഹു തആല ഒരു ശ്രേഷ്ഠതയെ, ഒരു മഹോന്നതമായ കാര്യത്തെ പ്രചരിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അസൂയാലുക്കളുടെ നാവുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പണിയേൽപ്പിക്കും. അങ്ങനെയായിരിക്കും അല്ലാഹു തആല ദീനിന്റെ ഒരു കാര്യത്തെ അല്ലാഹു തആല പ്രസരിപ്പിക്കുന്നത്. ഇസ്ലാമിനെ അതിന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്തുവാൻ ശത്രുക്കൾ പ്രസ്താവന നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് ഇസ്ലാമിന്റെ തന്നെ PR മാറി എന്നതാണ്. ചരിത്രമുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർബാധം എന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാടും അത് തന്നെയാണ്. അതിനെതിരെ അല്ലാഹു തആല പണിയെടുപ്പിക്കുന്നത് അവരെ തന്നെയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. കാർമേഘത്തെ നോക്കി കുരച്ചുകൊണ്ട് തന്റെ ഓരിയിടൽ കാർമേഘങ്ങൾ പേടിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്ന ചില നായകൾ, ആ നായകളെ കൈകാര്യം ചെയ്യേണ്ടുന്നതിനെ കുറിച്ച് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പാടി വെക്കുന്നുണ്ട്, യുഖാതിബുനി സഫീഹു ബികുല്ലി കുബ്ഹിൻ ഫഅക്റഹു അൻ അകൂന ലഹു മുജീബ. അവർ എന്നെ സംബന്ധിച്ച് എത്രത്തോളം അവർ എന്നെ വെറുത്തു കഴിയുന്നുണ്ട് എങ്കിലും ഞാൻ അവരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കെതിരെ എത്രമാത്രം വിദ്വേഷങ്ങൾ അവർ വെച്ച് പുലർത്തിയാലും ഞാൻ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. യസീദു സഫാഹതൻ ഫഅസീദു ഹിൽമ. അവർക്ക് മറുപടി പറയുന്നതിലൂടെ എന്റെ സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, എന്റെ അധ്വാനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം യസീദു സഫാഹതൻ, അവർ കൂടുതൽ വിഡ്ഢികളായിക്കൊണ്ടേയിരിക്കുന്നു. ഫഅസീദു ഹിൽമൻ, ഞാൻ കൂടുതൽ സഹിക്കാനും ക്ഷമിക്കാനും പഠിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ഉപമ കൂടി പറയുന്നുണ്ട്, കഊദിൻ സാദഹൽ ഇഹ്റാഖു തീബ. നിങ്ങൾ സുഗന്ധത്തെ കണ്ടിട്ടില്ലേ? നിങ്ങൾ അതിന്റെ കമ്പ് കണ്ടിട്ടില്ലേ? അത് ആ ഊതിന്റെ സൗഗന്ധികം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ അത് നിരന്തരമായി നിങ്ങൾ കത്തിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളുടെ കൂരമ്പുകൾ, വിദ്വേഷത്തിന്റെ കൂരമ്പുകൾ, വിദ്വേഷ പ്രസ്താവനകളുടെ അസ്ത്രങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെ വരുമ്പോ ആ പരിമളത്തെ പ്രസരിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിന് നിങ്ങൾ മൗനം കൊണ്ട് മറുപടി നൽകാനാണ്. എന്നും തിരിച്ച് പ്രസ്താവനകൾ നടത്തി അവർക്ക് മാറ്റുകൂട്ടുകയല്ല ചെയ്യേണ്ടുന്നത് എന്നതാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഇതൊരു കാർമേഘമാണ്. ഈ സംഘം എന്ന് പറയുന്നത് അതൊരു കാർമേഘമാണ്. ആ കാർമേഘം ജനങ്ങൾക്കിടയിൽ നിരന്തരമായി പേമാരി വർഷിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ കയ്യിലുള്ളത് ഊതിന്റെ കമ്പാണ്. അത് നിരന്തരമായി കത്തിക്കപ്പെടുകയും അതിന്റെ സുഗന്ധവും അതിന്റെ പരിമളവും ജനങ്ങളിൽ പരത്തിക്കൊണ്ടേ ഇരിക്കലായിരിക്കണം. അത് കാരുണ്യത്തിന്റെയും നന്മയുടെയും സുഗന്ധമായി അതിനെ പ്രസരിപ്പിക്കാൻ
നമുക്ക് കഴിയുന്നത് ഹിൽമിലൂടെയാണ്, സഹിഷ്ണുതാ മനോഭാവത്തിലൂടെയാണ് എന്നതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്ലാമാകുന്ന കാഫില അത് മുമ്പോട്ട് പ്രയാണം ചെയ്തുകൊണ്ടേയിരിക്കും. ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന നായ്ക്കൾ അത് ഓരിയിട്ടുകൊണ്ടേയിരിക്കും എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കുവാനുമുള്ളത്. കമ്മിൻ ലഈമിൻ മശാബിസ്സുവരി യൻഖുലുഹു ലാ യത്തഖില്ലാഹ ലാ യഖ്ശാ മിനൽ ആരി. എത്രയെത്ര ആക്ഷേപത്തിന്റെ ആളുകളാണ് തങ്ങളുടെ കുത്തുവാക്കുകളുമായി നടക്കുന്നത്. അവരാരും അള്ളാഹുവിനെ ഭയപ്പെടുകയോ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ അനുഭവിക്കാൻ പോകുന്ന അപമാനത്തെ ഭയപ്പെടുകയോ ചെയ്യുന്നില്ല. ലൗ കുല്ലു ഖൽബിൻ അബാ തനിക്ക് നേരെ ഓരിയിടുന്ന കുരച്ചു ചാടുന്ന എല്ലാ നായകളെയും കല്ലെടുത്തെറിയാൻ ശ്രമിച്ചാൽ അവസാനം കല്ല് നഷ്ടപ്പെടുന്ന സാഹചര്യം വരും, കല്ലില്ലാത്ത സാഹചര്യം വരും. കല്ലില്ലാത്ത അവസ്ഥ വന്നു തീർന്നു പോകുന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് കല്ലുകൾക്ക് സ്വർണത്തെക്കാൾ വില വരുന്ന അവസ്ഥ സംജാതമാകും എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവനകളിലും ഈ തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങളിലും നമ്മൾ കുടുങ്ങിപ്പോവാതിരിക്കാൻ, മുസ്ലിം ഉമ്മത്തിന്റെ ആത്മവിശ്വാസം, ഈമാനികമായ ചോദന നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ശ്രമം വിശ്വാസി സമൂഹത്തിനും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിന് ഒന്നാകെയും ഉണ്ടായിത്തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുമാറാവട്ടെ. എല്ലാത്തരം വർഗീയ വിദ്വേഷങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള ഉൾക്കരുത്ത് അല്ലാഹു തആല മുസ്ലിം സംഘടനകൾക്കും നേതാക്കൾക്കും മുസ്ലിം ഉമ്മത്തിന് പൊതുവെയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ